RSSനെ ഇത്തരത്തിൽ ഒറ്റക്കെട്ടായി നിർത്തുന്നത് എന്ത് ആണെന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല, അത് തീർച്ചയായിട്ടും അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ബോധ്യമാണ്. പിന്നെ ഇതിൻ്റെ യൂണിറ്റി ഓഫ് കമാൻഡാണ്. ഈ നാഗ്പൂരിലിരിക്കുന്ന സാർ സംഘചാലകനാണ് കംപ്ലീറ്റ് കാര്യങ്ങളും എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ഉത്തരവാദിത്വം അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം ഉത്തരവാദിത്തോടുകൂടി ഒരു തീരുമാനം എടുക്കുകയും തീരുമാനം കീഴ് ഘടകങ്ങളിലേക്ക് കൈമാറുകയും ചെയ്താൽ പിന്നെ എന്ത് തന്നെ സംഭവിച്ചാലും അത് നടപ്പാക്കുകയാണ് അവരുടെ ഒരേ ഒരു മാർഗം. അതിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അർദ്ധ സൈനിക സ്വഭാവമുള്ള സംഘടനയാണ് RSS. വെറും ഒരു സന്നദ്ധ സംഘടനയാണ്. അപ്പൊ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭയിൽ ഭൂരിപക്ഷം, രാജ്യസഭയിലെ വലിയ കക്ഷി, 19 മുഖ്യമന്ത്രിമാർ, 4ഓളം സഹായിക്കുന്ന മുഖ്യമന്ത്രിമാർ, ഇന്ന് ഈ രാജ്യം RSSകാരുടെ കൈകളിൽ അമർന്നിരിക്കുന്നു.